അല്ലാഹ് ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളെ ശരീരത്തെ നീ ആക്കല്ലേ അല്ലാഹ്. ശരീരത്തിന്റെ ഒരു ഭാഗത്തുകൂടെ രക്തം അകത്ത് കയറ്റുമ്പോ വേറൊരു ഭാഗത്തുകൂടെ രക്തം പുറത്തു പോകേണ്ടി വരുന്ന വല്ലാത്ത ദയനീയമായ ഒരു അവസ്ഥ ഞാനൊരു ഉമ്മാനെ കണ്ടപ്പോ എന്റെ കണ്ണിലൂടെ അറിയാതെ കണ്ണുനീര് വന്നുപോയി. ആ ഉമ്മാക്ക് ഡയാലിസിസ് ചെയ്യുകയാണ്. ശരീരത്തിൽ രക്തം അതേ പുറത്തേക്ക് കളഞ്ഞ് പുതിയ രക്തം അകത്തേക്ക് കയറ്റുകയാണ്. അല്ലാ കയ്യിന്റെ ഞരമ്പുകളിലൂടെയാണ് ആ രക്തം അകത്തേക്ക് കയറ്റേണ്ടത്. ആ രക്തത്തിന് വേണ്ടി അതിനകത്തേക്ക് കയറ്റാനുള്ള കയ്യിലെ ഞരമ്പുകളിൽ സൂചി വെച്ച് കുത്തി 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 കയ്യിലെ സ്ഥലം തീർന്നു പോയി. ഇടത്തെ കയ്യിലും അതാ ഞരമ്പുകളിലേക്ക് സൂചി കുത്തി ഇറക്കിയിട്ട് രക്തം അതിന്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഒരുപാട് തവണ കുത്തി കുത്തി ആ ഇടത്തെ കയ്യിന്റെ ഞരമ്പുകളും തീർന്നു പോയി. ഡോക്ടർമാര് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് അതേ ഡയാലിസിസ് ചെയ്യണമെങ്കിൽ കയ്യിൽ രണ്ട് കയ്യിലും ഞരമ്പുകളിൽ സ്ഥലമില്ല. അവസാനം കഴുത്തിലേക്ക്, അതാ കഴുത്തിലെ ഞരമ്പിലേക്കാണ് ആ സൂചി കുത്തിയിറക്കി രക്തം അകത്തേക്ക് കയറ്റുന്നത്. സുബ്ഹാനല്ലാഹ്. ആ ഉമ്മാന്റെ ആ കഴുത്തിലെ വലത്തെ കഴുത്തിലുള്ള ഞരമ്പും കുത്തി കുത്തിയിട്ട് തീർന്നു പോയിട്ടുണ്ട്. ഇനി ഇടത്തെ കഴുത്തിൽ മാത്രമാണ്, അതിൽ ഞരമ്പിൽ മാത്രമാണ് സ്ഥലമുള്ളത്. അതിലേക്കാണിപ്പോൾ ആ സൂചി കുത്തിയിറക്കിയിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ടപ്പോ അറിയാതെ കണ്ണിലൂടെ കണ്ണുനീര് വന്നുപോയി. അല്ലാഹുവേ, ഞങ്ങളെ ഒരു ഉപ്പമാർക്കും ഞങ്ങളെ ഒരു ഉമ്മമാർക്കും ഞങ്ങൾക്കാർക്കും അങ്ങനെയുള്ള ഒരു അവസ്ഥ നീ തരല്ലേ അല്ലാഹ്. നീ നൽകല്ലേ അല്ലാഹ്. നീ നൽകല്ലേ റബ്ബേ. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു സഹോദരന് വേണ്ടി ഈ സദസ്സിൽ വെച്ച് പ്രത്യേകം ദുആ ചെയ്യണമെന്നും സഹായം അഭ്യർത്ഥിക്കണമെന്നും പറഞ്ഞതിന്റെ ആളുകൾ എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. വലിയ മാരകമായ അതേ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് പുതിയപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹ്, വേദന സഹിക്കാൻ കഴിയുന്നില്ല. മംഗലാപുരം ഹോസ്പിറ്റലിലാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം. 35 ലക്ഷം രൂപ വേണം. അതിനു വേണ്ടി ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ, സഹായിക്കാൻ പറയണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും എന്റെ അടുക്കലേക്ക് വന്നവരുണ്ട്. അല്ലാഹ്, കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഈ നാടിന്റെ തൊട്ടടുത്തുള്ള ഇതേ കുടിയമ്മയിലുള്ള ചെറുപ്പക്കാരനാണ്. അല്ലാഹുവേ, അദ്ദേഹത്തിനിക്ക് നീ ആവശ്യമായ തുക നിന്റെ ഖജനാവിൽ നിന്ന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ നീ തുറക്കണേ അല്ലാഹ്. ഞങ്ങൾക്കാർക്കും മാരകമായ ഒരു രോഗവും നീ തരല്ലേ അല്ലാഹ്. ഒരു വിഷമവും നീ തരല്ലേ അല്ലാഹ്. ഒരു പ്രയാസങ്ങളും നീ തരല്ലേ അല്ലാഹ്. ക്യാൻസർ രോഗം ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ രോഗം ബാധിച്ച് ശരീരത്തിന്റെ അവയവങ്ങളിൽ ക്യാൻസർ രോഗം ബാധിച്ചിട്ട് പുഴുക്കൾ പുറത്തേക്ക് വന്നിട്ട് ചലങ്ങളും അതുപോലെ അണുക്കളുമെല്ലാം വ്രണങ്ങളായിട്ട് വേദനിക്കുന്നവര്, യാ അല്ലാഹ്, കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ റഹ്മാനെ. കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹൃദയം നീ നന്നാക്കി തരണേ അല്ലാഹ്. ആരോടും വൈരാഗ്യമില്ലാത്ത, വെറുപ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത നല്ല സലീമായ ഖൽബിന്റെ ഉടമകളാക്കി ഞങ്ങളെ ഖൽബുകളെ നീ മാറ്റണേ അല്ലാഹ്.